നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആന്റണി എന്ത് ചെയ്തു? ശിവഗിരി മഠത്തെ താറുമാറാക്കിയത് കമ്മ്യൂണിസ്റ്റുകാർ. കോൺഗ്രസ് കാലത്തെയും കമ്മ്യൂണിസ്റ്റ് കാലത്തെയും പോലീസ് അക്രമങ്ങൾ, അതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച. നിയമസഭയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ ഇന്ന് പോലീസ് ആക്രമങ്ങൾ മാറിയിരിക്കുന്നു. പോലീസ് അക്രമങ്ങൾ കേരളത്തിൽ അതിരുവിടുമ്പോൾ കാലങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഇരുവിഭാഗവും നിയമസഭയിൽ ഏറ്റുമുട്ടുന്നത്. കോൺഗ്രസ് ഭരണകാലത്തെ അതിക്രമങ്ങൾ എന്നവണ്ണമാണ് ഭരണപക്ഷം മുത്തങ്ങയും മാറാടും ശിവഗിരിയും എടുത്തു പറയുന്നത്. കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും നീതി ലഭിക്കാത്ത സംഭവം AK ആന്റണിയുടെ ഭരണകാലത്തുണ്ടായിട്ടുണ്ട്. അതാണ് ശിവഗിരി സംഭവം. ഇവിടെയാണ് ആന്റണിയുടെ തുറന്നുപറച്ചിലിന് ഏറെ പ്രസക്തിയേറുന്നത്. 1995 ശിവഗിരിയിലേക്ക് പോലീസിനെ അയക്കേണ്ടി വന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണെന്നും അത് അന്നത്തെ സർക്കാർ പെട്ടെന്ന് എടുത്ത തീരുമാനമല്ലെന്നുമാണ് ആന്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. 1995 ഒക്ടോബറിൽ രാത്രിയിൽ ശിവഗിരി കുന്നുകയറി ഒരു സംഘം പോലീസ് എത്തിയതും ശിവഗിരി സംരക്ഷണ സന്നദ്ധ ഭടന്മാരെന്ന പേരിൽ നിലയുറപ്പിച്ച നൂറുകണക്കിന് ആളുകളെ തല്ലിച്ചതച്ചതും കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങളിൽ ഒന്നായിരുന്നു. ശിവഗിരി മഠത്തിലെ സ്കീം അനുസരിച്ച് 5 വർഷം കൂടുമ്പോൾ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കണം. കൂടാതെ ഭരണമാറ്റം നടത്തുകയും വേണം. 1995 അതുപ്രകാരം ജയിച്ചത് പ്രകാശാനന്ദ സ്വാമിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സന്യാസിമാരുമാണ്. അതുവരെ ഭരണം നടത്തിയിരുന്ന ആളുകൾ ഭരണ കൈമാറ്റം നടത്താതിരിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഭരണം തുടരുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പ്രകാശാനന്ദ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയെടുത്തതും തുടർന്ന് ഭരണ കൈമാറ്റം നടത്താൻ വിസമ്മതിച്ച സന്യാസിമാർ തുടരുന്ന സാഹചര്യത്തിൽ അർദ്ധരാത്രിയിൽ പോലീസ് ശിവഗിരി മഠം കുന്നുകയറിയതും. എന്നാൽ ഇത് വളച്ചൊടിച്ച് ആന്റണി അന്യമതസ്ഥനാണെന്ന് വരുത്തി കമ്മ്യൂണിസ്റ്റുകാർ AK ആന്റണിയെ പിച്ച് ചീന്തുകയായിരുന്നു. പത്രങ്ങളിൽ വലിയ തലക്കെട്ടുകളിലാണ് അന്ന് ആന്റണിക്കെതിരെ വാർത്തകൾ വന്നുപോയത്. അന്ന് അവിടെ നടന്നത് നരനായിട്ട് ഒന്നുമായിരുന്നില്ല. കരുതിക്കൂട്ടി പ്രശ്നമുണ്ടാക്കാൻ കയ്യിൽ മുളകുപൊടിയുമായി സംഘടിച്ചു നിന്ന സന്യാസിമാരെ പോലീസ് പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു കെട്ട് സോഡാ കുപ്പിയും മുളകുപൊടിയുമായി ആക്രമണം അഴിച്ചുവിട്ടത് അന്നവിടെ ശിവഗിരി സന്യാസിമാർ തന്നെയായിരുന്നു. ബലിയാടായതാവട്ടെ AK ആന്റണി. ഇവർക്ക് ഒത്താശ നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒപ്പമുണ്ടായിരുന്നുവെന്നതാണ് സത്യം. ഇപ്പോൾ ശിവഗിരി സംഭവം വീണ്ടും ചർച്ചയാകുമ്പോൾ ആന്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ഏറെ ചർച്ചയാവുകയാണ്.